ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞല്ലേ, ന്യൂ ഇയർ ഇങ്ങ് എത്താറായി. കൊച്ചിക്കാർക്ക് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഫോർട്ട് കൊച്ചിയും കൊച്ചിൻ കാർണിവലൊക്കെയാണ്. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങൾ കണ്ടാലോ. ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം വീട്ടിൽ നിന്ന് വൈപ്പിനടുത്തായതുകൊണ്ട് വൈപ്പിൽ നിന്ന് ജങ്കാറിന് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് തോപ്പുംപടി പാലം വഴി പോകാം, പക്ഷെ അവിടെയൊക്കെ നല്ല ബ്ലോക്കാണ്. പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ ഫോർട്ട് കൊച്ചിക്ക് പോകാൻ നല്ല ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും ജങ്കാറിനാകുമ്പം. പക്ഷെ അവിടെ ചെന്നപ്പം നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. നമുക്ക് ഈ ടൈം ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. 2 വീലറിൻ്റെ സെക്ഷനിലായിക്കോട്ടെ 4 വീലറിൻ്റെ ആണെങ്കിലും നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. 2 ജങ്കാർ സർവീസിനുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്കൊരു 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ നമുക്ക് ജങ്കാറിൽ കയറാൻ വേണ്ടി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. 10 രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. ഒരാൾക്ക് 3 രൂപയും ബൈക്കിന് 7 രൂപയും, അങ്ങനെ ടോട്ടൽ 10 രൂപയായി. അങ്ങനെ നമ്മൾ നിരങ്ങി ഫ്രണ്ടിലെത്തിയെങ്കിലും ഈ ജങ്കാർ കയറാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. ഫ്രണ്ടിൽ ഒരു 2-3 ബൈക്കും കൂടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ജങ്കാർ ഫുള്ളായി. എന്തായാലും ഇത്രയും അടുത്തെത്തിയോണ്ട് നമുക്ക് അടുത്ത ജങ്കാറിൽ കയറാൻ പറ്റുന്ന 100% ഉറപ്പാണ് കേട്ടോ. വൈപ്പിൽ നിന്ന് വാട്ടർ മെട്രോ സർവീസ് ഉണ്ട്, പക്ഷേ ഫോർട്ട് കൊച്ചിക്ക് അവൈലബിൾ അല്ല. ഫോർട്ട് കൊച്ചിക്ക് നമ്മൾക്ക് വാട്ടർ മെട്രോയിൽ പോകണമെങ്കിൽ മറൈൻ ഡ്രൈവിൽ നിന്ന് തന്നെ കയറണം കേട്ടോ. മറൈൻ ഡ്രൈവിൽ നിന്ന് മാത്രമേ ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോ അവൈലബിൾ ഉള്ളൂ. എന്തായാലും ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തന്നെ അടുത്ത ജങ്കാർ വന്ന് നമ്മളങ്ങനെ ഈ ജങ്കാറിൽ കയറി കേട്ടോ. നമുക്ക് ജങ്കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ അപ്പുറത്ത് ഫോർട്ട് കൊച്ചിയിലെ ലൈറ്റ്സ് ഒക്കെ കാണാം കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടി. ക്യാമറയിൽ അത്രയ്ക്ക് ക്ലിയർ അല്ല, പക്ഷേ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ടൈമിലായെങ്കിലും ഇപ്പോൾ ഞങ്ങൾ 6 മണിക്ക് വന്നാണെങ്കിൽ ഒരു 7:30 ആയപ്പോഴാണ് നമുക്ക് ജങ്കാറിൽ കയറാൻ പറ്റിയത്. ഈ ടൈമിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വെളി ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ വന്നത്. മെയിനായിട്ട് ഇവിടെ വന്നത് നമ്മുടെ ക്രിസ്മസ് ട്രീ കാണാൻ വേണ്ടിയാണ് കേട്ടോ. അതായത് നമ്മുടെ നാച്ചുറൽ ക്രിസ്മസ് ട്രീ. കൊച്ചിക്കാർക്ക് കൊച്ചിൻ കാർണിവൽ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഈ ക്രിസ്മസ് ട്രീയും. ഈ ക്രിസ്മസ് ട്രീ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ തവണയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഈവനിങ് ടൈം ആകുമ്പോഴേക്കിനും ഗ്രൗണ്ടിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫസ്റ്റ് വ്യൂ ഇതാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ബ്ലൂ ലൈറ്റാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ DJ പാർട്ടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രീയുടെ അടുത്ത് നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ ഗ്രൗണ്ടിലാണെങ്കിലും നല്ല തിരക്കായിരുന്നു. ഒരുപാട് സ്റ്റാളുകൾ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഫോട്ടോ സ്പോട്ടിൻ്റെ അടുത്തും നല്ല തിരക്കാണ്. ബജ്ജിക്കടകളും പിന്നെ ടോയ്സ് ഒക്കെ വിൽക്കാൻ വേണ്ടി ഒരുപാട് സ്റ്റാളുകൾ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ ട്രീയുടെ അടുത്തേക്ക് പോയി. DJ പാർട്ടി ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കാണ് അവിടെ. പിന്നെ ഈ ഒരു പപ്പാഞ്ഞ് നിൽപ്പുണ്ട്. ഇതും ഒരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. ഇതിൻ്റെ താഴെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 1-2 ഫോട്ടോ സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ ഗ്രൗണ്ടിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീ വരുന്നത്. നാച്ചുറൽ ലാർജസ്റ്റ് ക്രിസ്മസ് ട്രീ. ബ്ലൂ ലൈറ്റാണ്, അതിനകത്ത് വൈറ്റ് സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇത് ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. പിന്നെ DJ പാർട്ടി അവിടെ തകർത്ത് നടക്കുന്നുണ്ട്. ഒരുപാട് പേരെന്ന് വെച്ചാൽ ഒരുപാട് പേരൊന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു പ്രത്യേക വൈബാണ് ഇത്. നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈവനിങ് ടൈമിൽ തന്നെ പോകണം. ഒരു പ്രത്യേക ഭംഗിയാണ്. എന്തായാലും എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. മെയിനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയും ഒരുപാട് സ്റ്റാച്ചുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫോട്ടോ സ്പോട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ പപ്പാഞ്ഞിയുടെ ഒക്കെ മുമ്പിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂപ്പർമാൻ്റെ ഒക്കെ ബോഡി മാത്രമായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുട്ടികൾക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ ഇത് വേറൊരു ഫോട്ടോ സ്പോട്ടാണ്. ഇവിടെയൊക്കെ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. ഓരോ ആർച്ചിൻ്റെ മുമ്പിലും ക്യൂ ആയിരുന്നു. പിന്നെ ഇത് ഫോർട്ട് കൊച്ചിയുടെ ഉള്ളിലേക്കുള്ളതാണ് കേട്ടോ. ഇത് ഈ ഹോട്ടൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ തന്നെ ഫോർട്ട് കൊച്ചി കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയാണ്. അത് ഹോട്ടൽസ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് വീടുകളാണെങ്കിൽ ഫോർട്ട് കൊച്ചിയിലെ വീടുകളും റോഡിലുള്ള വലിയ വലിയ മരങ്ങളൊക്കെ ലൈറ്റിട്ട് നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി അപ്പുറത്ത് തന്നെ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ കാണുന്നത് കുട്ടികളുടെ ഗ്രൗണ്ടാണ്. അപ്പോൾ കുട്ടികളായിട്ട് വരുന്നവർ ടെൻഷൻ അടിക്കേണ്ട. ഗ്രൗണ്ടിലും നല്ല രീതിയിൽ ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ലൈറ്റിങ്ങും ഈ ഒരു വൈബും ആസ്വദിക്കണമെങ്കിൽ ഫോർട്ട് കൊച്ചിക്ക് പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിൽ പോകുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ്. എന്തായാലും ഞങ്ങൾ അവിടെ അങ്ങനെ കുറേ നേരം നടന്നതിന് ശേഷം ഒരു 9:30 ആയപ്പോഴേക്കിനും ജങ്കാർ കയറാൻ വേണ്ടി എത്തി കേട്ടോ. നമ്മൾ ഈവനിങ് വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് വന്നപ്പോൾ 2 ജങ്കാർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ 9:30 ആയതുകൊണ്ട് തന്നെ ഒരു ജങ്കാറേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഒരു 8:30 വരെ 2 ജങ്കാർ സർവീസ് ഉണ്ടായിരിക്കുള്ളൂ. അതിനുശേഷം ഒരു ജങ്കാറ് സർവീസിലുണ്ടാവുള്ളൂ. ഈ ഒരു ജങ്കാറ് 10:30 വരെ സർവീസ് ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കറക്റ്റാണോ എന്നറിയില്ല. എങ്കിലും 9:30 ആയിട്ടും വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് വരുവാൻ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. കാരണം വൈപ്പിൽ നിന്ന് വരുന്ന ജങ്കാറിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു.
എന്തായാലും നമ്മൾ വൈപ്പിനിൽ എത്തിയപ്പോഴേക്കിനും മറ്റേ രണ്ടാമത്തെ ചെങ്കാർ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി രാവിലെ ഈ 2 ചെങ്കാർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 10:30 വരെ ഈ ഒരു ചെങ്കാർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. എന്തായാലും അവിടെ ഇറങ്ങിയപ്പോഴും ഇനിയും ഫോർട്ട് കൊച്ചിക്ക് പോകാൻ വേണ്ടി ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ സമയം ഒരു 9:30 9:45 ആയിട്ടുണ്ട്. ഈ ടൈമിലും നല്ല ക്യൂ ആണ്. ഈ വണ്ടികളൊക്കെ ഇനി ഫോർട്ട് കൊച്ചിക്ക് പോകാൻ വേണ്ടി, അതായത് ചെങ്കാർ കയറാൻ വേണ്ടിയുള്ള വണ്ടികളാണ്. അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈവനിങ് ഒരു 5 5:30 ആകുമ്പോൾ തന്നെ പോകാൻ ശ്രമിക്കുക. എന്തായാലും പ്രത്യേക ഒരു വൈബാണ്, അത് നേരിട്ട് തന്നെ പോയി കാണട്ടെ കേട്ടോ. അപ്പം ഇന്നത്തെ കുട്ടി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.